ഗൈറൽ ജുമുഅത്തി ജുമുഅ അല്ലാത്ത ഫർദ് നിസ്കാരങ്ങളിൽ എന്താണ്? അപ്പോൾ ജുമുഅക്ക് ഇത് സുന്നത്തല്ല, ജുമുഅക്ക് ഇത് ഫർദാണ്. ലിമാ യഅതി ശേഷം വരുന്നത് കാരണത്താൽ എന്ത്? അന്നഹ ഫീഹ ഫർദു ഐനിൻ, ആ ജമാഅത്ത് ഫീഹ ആ ജുമുഅയിൽ ഫർദു ഐൻ ഫർദു ഐനാണ്. വ ഷർതു സിഹ്ഹതിഹ, ആ ജുമുഅ സ്വഹീഹാവാനുള്ള ഷർത്തും ആണ്. അത് സുന്നത്തും മുഅക്കദത്തല്ല. ജുമുഅ നിസ്കാരത്തിൽ അതെന്താണ്? ഫർദു ഐനാണ്. വ ഷർതു സിഹ്ഹതിഹ, ജുമുഅ ശരിയാവാനുള്ള ഷർത്തുമാണ്. ഇത്തിഫാഖൻ, പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായ പ്രകാരം അവിടെ ഖിലാഫില്ല. ജുമുഅ ഒറ്റയ്ക്ക് നിസ്കരിക്കാമെന്നാരും പറയുന്നില്ല. ജുമുഅ ശരിയാവാനുള്ള ഷർത്താണ് ജമാഅത്ത്. ജുമുഅക്ക് ഫർദ് ഐനാണ് ജമാഅത്ത്. അതുകൊണ്ട് ജുമുഅ അല്ലാത്ത ബാക്കിയുള്ള ഫർദ് നിസ്കാരങ്ങളിൽ സുന്നത്തും മുഅക്കദത്തായ സുന്നത്താണ്. അടുക്കട്ടല്ലേ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും കുറഞ്ഞത് ഇമാം മതിയാവുമെന്ന് സ്വഹീഹായ ഹദീസ് ഉള്ളതിന് വേണ്ടി. പിന്നെ ഹിയ ആ ജമാഅത്താകുന്നത് ഫിൽ ഫറായിളി ഫർദ് നിസ്കാരങ്ങളിൽ, 5 വഖത്ത് ഫർദ് നിസ്കാരങ്ങളിൽ എന്നാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഇവിടെ ഒരു എഴുത്തിറാള് എന്താണ്? മുഹററിലെ ഇബാറത്ത് ഫിൽ ഖംസി എന്നാണ് അവിടെ. ഹിയ ഫിൽ ഖംസി. അപ്പോൾ മിൻഹാജ് മുഹററിൻ്റെ മുഖ്തസറാണല്ലോ. അപ്പോൾ നബിമാം തങ്ങൾ മുഖ്തസറാക്കിയപ്പോൾ ഫിൽ ഫറായിളി എന്നാണ് ഇവിടെ ഇബാറത്തിട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പോയി 5 വഖത്ത് ഫർദ് നിസ്കാരം എന്ന് മുഹററിൽ പറഞ്ഞത് ഇവിടെ ഫിൽ ഫറായിളി, അവിടെ ഫിൽ ഖംസി എന്ന് ഇബാറത്തിട്ടതിന് പകരം ഇവിടെ ഫിൽ ഫറായിളി എന്ന് ഇബാറത്തിട്ടത് കൊണ്ട് ആ 5 വഖത്ത് എന്ന് കിട്ടുന്നില്ല, കിട്ടാതെ ആയിപ്പോയില്ലേ എന്നൊരു എഴുത്തിറാള്. ആ എഴുത്തിറാൾ അവിടെ വരൂല എന്ന് പറയാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ ഫിൽ ഫറായിളി ഫർദ് നിസ്കാരങ്ങളിൽ എന്ന് പറഞ്ഞാൽ അൽ മക്തൂബാത്തി എന്ന് തഫ്സീർ എടുക്കുന്നത്. അൽ മക്തൂബാത്തി അതായത് സമയം നിശ്ചയിക്കപ്പെട്ട ഫർദ് നിസ്കാരങ്ങൾ, നേരത്തെ നമ്മൾ പ്രതിപാദിച്ചിരുന്ന കിതാബിൻ്റെ തുടക്കത്തിൽ പരാമർശിച്ചിരുന്ന ആ ഫർദ് നിസ്കാരങ്ങളിൽ എന്ന് വെച്ചാൽ മതി. അതേതാ നിസ്കാരം? 5 വഖത്ത് ഫർദ് നിസ്കാരം. അപ്പോൾ ഫിൽ ഫറായിളി എന്ന് പറഞ്ഞാൽ വെറും ഫർദ് നിസ്കാരങ്ങളിൽ എന്നല്ല, 5 വഖത്ത് ഫർദ് നിസ്കാരങ്ങളിൽ എന്ന് തന്നെ ഇവിടെ അർത്ഥം വരും. എങ്ങനെ വരും? അത് നേരത്തെ എന്തായിട്ടുണ്ട്? അൽ മക്തൂബാത്തു ഹംസുൻ എന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ അൽ മക്തൂബാത്തിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെയാണ് അൽ ഫറായിൽ. അൽ ഫറായിൽ എന്ന് പറയുമ്പോൾ ദിക്രിയായ അഹദിൻ്റെ അലിഫ്ലാമാണ്. നേരത്തെ പറഞ്ഞ ആ ഫർദ് നിസ്കാരങ്ങളിൽ നിന്ന് അത് 5 വഖത്ത് ഫർദ് നിസ്കാരമാണ്. അപ്പോൾ 5 വഖത്ത് നിന്ന് ഇവിടെയും വന്നു. അങ്ങനെയാണ് പറയുന്നത്. അൽ അപ്പോൾ അൽ മക്തൂബാത്തി, അയിൽ മക്തൂബാത്തി എന്ന് തഫ്സീർ എടുത്തപ്പോൾ മനസ്സിലായി എന്തെന്ന്? അൽ ലിൽ അഹദി ദിക്രിയി, ആ അല്ല് അൽ ഫറായിലിൻ്റെ അല്ല് ദിക്രിയായ അഹദിൻ്റെ അലിഫ്ലാമാണ്. ഫി ഖൗലിഹി, എവിടെ മദ്കൂറായ, എവിടെ പറയപ്പെട്ട അവ്വല ഫി ഖൗലിഹി അവ്വല കിതാബി സ്വലാത്തി, കിതാബ് സ്വലാത്തിൻ്റെ തുടക്കത്തിൽ അൽ മക്തൂബാത്തു ഹംസുൻ, അൽ മക്തൂബാത്തു ഹംസുൻ എന്നെന്തായിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായി ഇവിടെ? ഫസാവ ഖൗല അസ്ലിഹി, ഇതിൻ്റെ അസ്ലി കിതാബായ മുഹററിൻ്റെ ഖൗലിനോട് ഇത് സമമായി. മുഹററിൽ എന്താ ഉള്ളത്? ഫിൽ ഖംസി, ഫിൽ ഖംസി എന്ന മുഹററിൽ പറഞ്ഞത് അതിനോട് സമമായി വന്നു. കാരണം ഇവിടെയും 5 വഖത്ത് ഫർദ് നിസ്കാരം എന്ന് വെക്കാം. കാരണം ഇവിടെ അൽ ഫറായിദ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ അൽ മക്തൂബാത്ത് എന്ന് നേരത്തെ പരാമർശിച്ച ആ നിസ്കാരങ്ങളിൽ നിന്നാണ്, 5 വഖത്ത് ഫർദ് നിസ്കാരങ്ങളിൽ എന്ന് തന്നെയാണ് ഇവിടെയും ഉദ്ദേശം. ദിക്രിയായ അഹദിൻ്റെ അലിഫ്ലാമാണ്. വൻദഫഅൽ ഇഅ്തിറാദു അലൈഹി, അപ്പോൾ മുസന്നിഫിൻ്റെ പേരിലുള്ള ഇഅ്തിറാദ് തട്ടിപ്പോയി. ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. സംശയമുള്ളവരൊക്കെ ഗ്രൂപ്പിൽ ഉസ്താദന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക. അഖല്ലുഹ, ആ ജമാഅത്തിൽ ഏറ്റവും കുറഞ്ഞത്, ഹുന ഇവിടെ ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും കുറഞ്ഞത് ഇമാമുൻ വ മഅ്മൂമുൻ, ഇമാമുൻ ഒരു മഅ്മൂമുമാകും. അപ്പോൾ ലുഗവിയായ മാനമൊക്കെ ആണെങ്കിൽ അഖല്ലുൽ ജമീഅ് സലാസ, അപ്പോൾ ചുരുങ്ങിയത് 3 ആൾ വേണം. പക്ഷേ ഇവിടെ ജമാഅത്തിൻ്റെ ബാബിൽ എന്ത് മതി? ഒരു ഇമാമും മഅ്മൂമും മതിയാവും ജമാഅത്ത് നിസ്കാരം നിർവഹിക്കാൻ. കമാ യുഫീദുഹു ഖൗലുഹു, മുസന്നിഫിൻ്റെ തന്നെ കൗല് ശേഷം ഫായിദ വെപ്പിക്കുന്നത് പോലെ ഇത് ശേഷമുള്ള കൗലുണ്ട്. എന്തെന്ന്? വമാ കസുറ ജംഉഹു അഫ്ളലു എന്ന് മത്നിൽ വരുന്നുണ്ട്.
വമാ കസുറ ജംഉഹു അഫ്ളലു, ആള് കൂടിയ ജമാഅത്താണ് അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠം. വമാ കസുറ ജംഉഹു, ജംഉ വർദ്ധിച്ച സ്ഥലം, ജമാഅത്ത് നടക്കുന്ന സ്ഥലമാണ്, അങ്ങനെയുള്ള ജമാഅത്താണ് അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറയുമ്പോൾ, അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അത് ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. എന്താണ് ഹദീസ്? സ്വലാത്തു റജുലി മഅ റജുലി അസ്കാ മിൻ സ്വലാത്തിഹി, ഒരാൾ സ്വന്തം നിസ്കരിക്കുന്നതിനേക്കാളും മറ്റൊരാളോട് കൂടെ നിസ്കരിക്കുന്നത് അസ്കാ മിൻ സ്വലാത്തിഹി വഹദഹു, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളലാകുന്നു. അതുപോലെ തന്നെ സ്വലാത്തുഹു മഅ റജുലൈനി അസ്കാ മിൻ സ്വലാത്തിഹി മഅ റജുലി, ഒരാളുടെ കൂടെ നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളല് രണ്ടാളുടെ കൂടെ നിസ്കരിക്കലാകുന്നു എന്ന് തുടങ്ങിയിട്ട് ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, വമാ കാന അക്സറു ഫഹുവ അഹബ്ബു ഇലല്ലാഹി തആല, ആള് കൂടിയാൽ ഏറ്റവും കൂടുതലുള്ള ജമാഅത്ത് അത് ഫഹുവ അഹബ്ബു ഇലല്ലാഹി തആല, അതാണ് അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുകയാണ് വമാ കസുറ ജംഉഹു അഫ്ളലൂൻ. അപ്പൊ ജംഉ കൂടിയ സ്ഥലമാണ് ഏറ്റവും അഫ്ളലായ ജമാഅത്ത്. അപ്പോ ശേഷം മത്തിന് തന്നെ ഫായിദ ഒപ്പിക്കുന്നുണ്ട്, പിന്നെ രണ്ടാൾ മതിയാകുമെന്ന്, ലിഖബരിൻ സ്വഹീഹിൻ ബിഹി, അതുകൊണ്ട് സ്വഹീഹായ ഹദീസ് ഉള്ളതിന് വേണ്ടി. ഗൈറൽ ജുമുഅത്തി, ജുമുഅ അല്ലാത്ത 5 വക്ത് ഫർദ് നിസ്കാരങ്ങളിൽ എന്ന് പറയുമ്പം ഗൈറ എന്ന് നസ്ബ് ചെയ്തുകൊണ്ട് വായിക്കണം, ബിൻ നസ്ബി ഹാലൻ, ഒന്നുകിൽ ഹാലായിട്ട് അർത്ഥം വെക്കുക, ആ ഫർദുകൾ തന്നെ ജുമുഅ അല്ലാത്തതായ ഹാലിൽ, ഔ ഇസ്തിസ്നാൻ, ആ ഇസ്തിസ്നാൻ അല്ലെങ്കിൽ ഇസ്തിസ്നായിട്ട് നസ്ബ് കിട്ടിയതാണ്. അപ്പോൾ ഇസ്തിസ്നയായിട്ട് ജുമുഅ ഒഴികെ 5 വക്ത് ഫർദ് നിസ്കാരങ്ങളിൽ സുന്നത്ത് മുഅക്കദത്താവുന്നു എന്ന് ഹാലായിട്ട് നസ്ബ് കിട്ടിയതോ അല്ലെങ്കിൽ ഇസ്തിസ്നായിട്ട് നസ്ബ് കിട്ടിയതോ ആണ്. അപ്പോൾ ഇസ്തിസ്ന ആകുമ്പോൾ എങ്ങനെയാണ്? അവിടെ ഇല്ല കൊണ്ട് ഇസ്തിസ്ന ചെയ്യുകയാണെങ്കിൽ മുസ്തസ്നാക്ക് എന്താണ് ഇറാബ്? ആ ഇറാബ് ഗൈറിന് കൊടുക്കണം, ഗൈർ കൊണ്ട് ഇസ്തിസ്ന ചെയ്യുമ്പോൾ, അങ്ങനെയാണല്ലോ നിയമം. അപ്പോൾ ഏതായാലും അവിടെ വയംതനിഉൽ ജർറു, ജർറ് മുംതനിയാണ്, ജർറ് വായിക്കാൻ പാടില്ല, ഗൈരി എന്ന് വായിക്കാൻ പാടില്ല. ഗൈറിൽ ജുമുഅത്തി, ജുമുഅ അല്ലാത്തതായ ഫർദ് നിസ്കാരം എന്ന് പറയുമ്പോൾ ഗൈരി എന്ന് വായിച്ചിട്ട് സിഫത്തായിട്ട് അർത്ഥം വെക്കാൻ പാടില്ല. കാരണം എന്താകുന്നില്ല, സിഫത്തും മൗസൂഫും താരീഫ് തങ്കീറിൽ വെക്കണമല്ലോ. അപ്പോൾ അൽഫറായിൽ എന്നുള്ള മഅരിഫക്ക് എന്താണോ, മഅരിഫ കൊണ്ട് തന്നെ സിഫത്ത് പറയണം. ഗൈറിനെ ആണെങ്കിലോ മഅരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടാലും ഗൈർ എന്ന മുലാഫ് മഅരിഫ ആവില്ല എന്നാണ്. ഗൈർ, മിസ്ലി, ശബഹ് പോലത്തെ സാധനങ്ങൾ എന്താകുന്നില്ല, മഅരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടാലും മഅരിഫ ആകുന്നില്ലല്ലോ. അതുകൊണ്ട് അവിടെ ജർറ് വായിക്കാൻ നിർവാഹമില്ല, ഗൈർ നെക്റയാണ്, അതുകൊണ്ട് സിഫത്താക്കാൻ പാടില്ല. നസ്ബ് കൊടുത്തിട്ട് ഹാലോ ഇസ്തിസ്നോ ആയിട്ട് വായിക്കണം, അർത്ഥം വെക്കണം. വയംതനിഉൽ ജർറു, ജർറ് മുംതനിയാണ്, ലി അന്നഹ, കാരണം ആ ഗൈർ ലാ തഅറഫു, ലാ തഅറഫു എന്നുള്ളതിൽ ഒരു താഴ് കളഞ്ഞതാണ്, അത് മഅരിഫ ആവില്ല ബിൽ ഇലാഫത്തി, ഇലാഫത്ത് കൊണ്ട് മഅരിഫ ആവില്ല. ഇല്ലാ ഇൻ വഖഅത് ബൈന ളിദ്ദൈനി, 2 ളിദ്ദിന്റെ ഇടയിൽ സംഭവിച്ചാലല്ലാതെ മഅരിഫ ആവും. ഇലാഫത്ത് ചെയ്യൽ കൊണ്ട് ഗൈർ മഅരിഫ ആവും. എപ്പോഴെന്നറിയോ? 2 മുതലാദ്ദൈനി ആയ വസ്തുക്കൾക്കിടയിൽ സംഭവിക്കണം. അതിൽ ഷർവാനിയിൽ ഉദാഹരണം കൊടുത്ത് എന്താണ്? ഹർക്കത്തും സുക്കൂനും അല്ലേ? ഹർക്കത്ത് ഗൈറ സുക്കൂനി, സുക്കൂനല്ലാത്ത ഹർക്കത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? അങ്ങനെയൊക്കെ സിഫത്തായിട്ട് കൊണ്ടുവരാം. 2 ളിദ്ദൈനിയുടെ ഇടയിൽ, സുക്കൂനല്ലാത്ത പിന്നെ ഹർക്കത്തന്നല്ലേ ഉള്ളൂ, ഹർക്കത്തല്ലാത്തത് സുക്കൂൻ തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ ഇൽമും ജഹലും എന്ന് അത് പരാമർശിക്കുമ്പോൾ ഇൽമല്ലാത്ത ജഹല് എന്ന് പറയുമ്പോൾ അങ്ങനെ സിഫത്തായിട്ട് കൊണ്ടുവരാം. അപ്പോൾ പിന്നെ വയറിൻ്റെ മാക്കബൽ മാബാദും മുതലാദ്ദൈനി ആയിരിക്കണം. 2 ളിദ് പരാമർശിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുമ്പോൾ വൈറ സിഫത്തായി കൊണ്ടുവരാം എന്നല്ലാതെ, അല്ല സിഫത്തായി കൊണ്ടുവരാമെന്നല്ല, അപ്പോൾ അത് മഅരിഫയാകുമെന്നല്ലാതെ സാധാരണഗതിയിൽ എന്താവൂല, വൈറ ഇലാഫത്ത് ചെയ്യൽ കൊണ്ട് മഅരിഫയാവൂല. അതുകൊണ്ട്
ഇവിടെ ഗൈരി എന്ന് വായിക്കാൻ പാടില്ല. അൽ ഫറായിദ് മഅരിഫയാണ്.